നിലമ്പൂരിൽ അതിശക്തമായി വോട്ടെണ്ണൽ നടക്കുമ്പോൾ പ്രധാന മുഖ്യധാര മലയാളം ചാനലായിട്ടുള്ള റിപ്പോർട്ടർ ചാനലും 24 ചാനലും തമ്മിൽ ഭയങ്കര മത്സരം നടന്നിട്ടു. ഇതുവരെ ഏകദേശം ഒരു 5 വർഷമായിട്ട് ഈ മാധ്യമരംഗത്ത് ഏറ്റവും നമ്പർ 1 ആയിട്ട് നിലനിന്നിരുന്ന ഒരു ചാനലായിരുന്നു 24 ചാനൽ. ആ ചാനലിൽ നമ്മുടെ അരുൺകുമാർ ആ സമയത്ത് 24 ചാനലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര റീച്ച് വരികയും ആളുകളൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്നത് 24 ചാനലായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ലൈവ് വീക്ഷിക്കുമായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഏറ്റവും കൂടുതൽ നമ്പർ 1 ലീഡിംഗ് ചാനലായിട്ട് മാറിയത് റിപ്പോർട്ടർ ചാനലാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺകുമാറിന്റെ ആ ഒരു അവതരണവും അദ്ദേഹത്തിന്റെ മികവും, അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് ആ ചാനലിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ 4 ലക്ഷത്തിനോട് അടുക്കുന്ന ലൈവാണ് ആളുകളാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം രണ്ടിൻ്റെയും വ്യത്യാസം കേട്ടോ. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ 24 ചാനൽ മറികടന്നിട്ടുള്ള ഒരു റെക്കോർഡ് കൂടെ റിപ്പോർട്ടർ ചാനലിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടെ ആയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സരഫലം.